തൃശ്ശൂർ ജില്ലയിലെ പര്യടനം ഇന്ന് മൂന്നാം ദിവസം ആണ്. കയ്പമംഗലത്തെ മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി നടക്കുന്നത്. എങ്ങനെയാണ് അമൽ വിവരങ്ങൾ? നവകേരള സദസ്സ് തൃശൂർ ജില്ലയിലെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലത്ത് നിലവിൽ ഇവിടെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാരൊക്കെ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ കയ്പമംഗലത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം മാറിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ചൂടിനേക്കാൾ വലിയ ചൂടുള്ള ഒരു വിഷയം കൂടിയുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ഈ നവകേരള സദസ്സ് വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവിടെ പല രീതിയിലുള്ള പരാതികൾ വന്നിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമായും ഈ കായിക അധ്യാപകരുടെ വേക്കൻസി അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കായിക വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ കായിക അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കയ്പമംഗലത്തും പരാതി ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ നമ്മുടെ കൂടെ തൃശ്ശൂർ ജില്ലയിലെ കായികാധ്യാപകനായ അനിൽകുമാർ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് എന്താണ് ഈ ഒരു പരാതിക്ക് കാരണം, എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഈ ഒരു പരാതി നൽകാനുള്ള കാരണം എന്താണ് സാറേ? നിലവിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ കായികാധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളെ കായികാധ്യാപക നിയമനം തന്നെ UP സ്കൂൾ 5, 6, 7 ക്ലാസ്സുകളിൽ 500 കുട്ടിയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ. ആ സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ കായികാധ്യാപകനാവാം, ക്രാഫ്റ്റ് ടീച്ചറാവാം, മ്യൂസിക് ടീച്ചറാവാം, ഏതെങ്കിലും ഒന്നാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഹൈസ്കൂളിലോട്ട് കിടക്കണമെങ്കിൽ 10ാം ക്ലാസ് കൂട്ടാതെ 8, 9 ക്ലാസ്സുകളിൽ 5 ഡിവിഷൻ ഉണ്ടെങ്കിലാണ് ഒരു കായിക അധ്യാപകന്റെ പോസ്റ്റ് അവിടെ ഉള്ളൂ. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ കേരളത്തിൽ ഇതുവരെയ്ക്കും കായികാധ്യാപകന്റെ പോസ്റ്റ് നിലവിലില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 500 കുട്ടി, ഒരു 499 കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു പോസ്റ്റ് ഇല്ല. നമ്മളെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കായിക വിദ്യാഭ്യാസത്തിനും കായിക മേഖലയ്ക്കും വളരെ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവിടുത്തെ കായിക അധ്യാപകന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ പോസ്റ്റ് ഇപ്പോൾ LP, UP എല്ലാ വിഭാഗക്കാർക്കും ഉണ്ടോ ഈ കായികാധ്യാപകൻ എന്ന് പറഞ്ഞ പോസ്റ്റ്? ഇല്ല, ഇപ്പൊ നിലവിൽ UPയിലും ഹൈസ്കൂളിലും മാത്രമാണ്. LPയിലും ഇല്ല, ഹയർ സെക്കൻഡറിയിലും ഇല്ല കായികാധ്യാപക പോസ്റ്റ്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണമെങ്കിൽ LPയിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. LP തൊട്ട് കായികാധ്യാപക പോസ്റ്റുകൾ നിലവിലില്ല. ഇപ്പം നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. SSKയുടെ മുഖാന്തരം വർക്ക് ചെയ്യുന്നത്. ആ സ്കൂളിൽ LP തൊട്ട് VHSE ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്. അവിടെ ഈ പറയുന്ന മാനദണ്ഡം വെച്ചിട്ട് ഒരു കായികാധ്യാപകൻ നിലവിൽ ജീവിതത്തിൽ വരാൻ സാധ്യതയില്ല. അതിൽ കാലോചിതമായി പരിഷ്കരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സബ്ജക്റ്റ് ടീച്ചേഴ്സിന് ഒരു 35 കുട്ടി അല്ലെങ്കിൽ 30 കുട്ടി ഉണ്ടെങ്കിൽ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് 36ാമത്തെ കുട്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത ഡിവിഷൻ വരികയും അവിടേക്ക് വേണ്ട സബ്ജക്റ്റ് ടീച്ചേഴ്സുകളെ കിട്ടുകയും ചെയ്യും. പക്ഷേ കായിക അധ്യാപകന്റെ പോസ്റ്റ് വരുമ്പോൾ ഈ 500 കുട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് പോസ്റ്റ് നിലവിൽ വരികയുള്ളൂ. 5 തൊട്ട് 10ാം ക്ലാസ് വരെ കായിക വിദ്യാഭ്യാസത്തിന് പരീക്ഷയുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതിനൊരു ബുക്ക് ഉണ്ട്. ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ കായിക അധ്യാപകൻ ഉണ്ടാവണം. നിലവിലെ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കി PT പീരീഡുകൾ മറ്റുള്ള അധ്യാപകർ ക്ലാസ് എടുക്കരുത് എന്ന്. ഓട്ടോമാറ്റിക്കലി മറ്റുള്ള അധ്യാപകർ ആ പീരീഡുകൾ പോവാതിരിക്കും. പക്ഷേ കായിക അധ്യാപകൻ ഇല്ലാത്ത സ്കൂളിൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ PT പീരീഡുകൾ കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് എഫക്റ്റീവായിട്ട് അത് ആ പഠനം നിലനിർത്താനായിട്ട് അവിടേക്ക് കായിക അധ്യാപകന്റെ പോസ്റ്റുകളും കൂടി വേണം. അതിന് കാലോചിതമായിട്ട് നമ്മളുടെ KERൽ കായിക അധ്യാപകന്റെ പോസ്റ്റുകൾ പരിഷ്കരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി. ഈ 500 എന്നുള്ളതൊക്കെ ഭീകരമായതാണ്. നമുക്കറിയാം, ഒരു സബ്ജക്ട് ടീച്ചേഴ്സിന് 35 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ഈ കായിക വിദ്യാഭ്യാസത്തിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അവർക്ക് പരീക്ഷ ഉണ്ട്. അവർ ഈ 500 കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കും? പോരാതെ കായിക മത്സരങ്ങൾ തുടങ്ങുമ്പോൾ 1500ഓളം മത്സരങ്ങളാണ് ഒരു വർഷം ഒരു ഇതിൽ വരുന്നത്. ഈ മത്സരങ്ങൾക്ക് ഈ കുട്ടികളെ പ്രാപ്തരാക്കി ഇവരെ കൊണ്ടുപോവുകയും വേണം. ഇതൊക്കെ സ്കൂളിലെ ഒരു കായിക അധ്യാപകനാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കാര്യം, ഈ കായിക അധ്യാപകരൊക്കെ ആ ഒരു യോഗ്യത ഉള്ളവർ തന്നെ ഇപ്പോൾ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിന്റെ ആ ഒരു പരിധിയിലൊക്കെ കായിക അധ്യാപകരെ നിയമിക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കതിൽ ശക്തമായ എതിർപ്പുണ്ട് സാറേ. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കീഴിൽ വരുന്ന മറ്റുള്ള എല്ലാ അധ്യാപക പോസ്റ്റുകളും നടക്കുന്ന പോലെ തന്നെ ഒരു നടക്കേണ്ട പോസ്റ്റാണ് കായിക അധ്യാപക പോസ്റ്റ്. അത് വളരെ തുച്ഛമായ ശമ്പളം കൊടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് പഞ്ചായത്ത് വഴി ഒരു അധ്യാപകനെ വെച്ച് പരമാവധി 15,000 രൂപ കൊടുത്ത് നിയമിക്കുന്നു പറയുന്നു. അതിൽ
കുറേ ക്ലോസുകളുണ്ട്. കായിക അധ്യാപക കോഴ്സ് പഠിച്ചവനാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും കായിക നൈപുണ്യം അറിഞ്ഞിരിക്കുന്ന ആയിരിക്കണം. ഇപ്പോൾ ഒരു ഫുട്ബോൾ പഠിച്ച ഒരാളാണെങ്കിൽ അയാൾ ക്ലാസ് എടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല. നമ്മൾ കായിക അധ്യാപക അല്ലെങ്കിൽ ഒരു BEd പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം നമ്മൾ ആ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് വരുന്നത്. മറ്റൊരു കോച്ചിങ് പ്രൊഫഷനിലോട്ടാണ്. അവർക്കൊരു കോച്ചിങ് കൊടുക്കാം ആഫ്റ്റർ നമ്മളെ ക്ലാസ് ടൈമിന് ശേഷം. അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനാണുള്ളത്. പക്ഷേ നമുക്കൊരു ടീച്ചിങ്ങിന് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റില്ല. അതിന് ശക്തമായ ഒരു എതിർപ്പുണ്ട്. ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ, കായിക അധ്യാപക ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ ഏത് പോസ്റ്റിലായാലും നമ്മൾ വെക്കണം. നമ്മൾ ഒരു മാത്സ് അധ്യാപിക മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചറായില്ലെങ്കിലും ഒരു കുട്ടി നല്ല മാത്സ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ വേറെ ജോലിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നമ്മൾ അധ്യാപക ഫീൽഡിൽ ഇടില്ലല്ലോ. അവൻ നല്ല മാത്സിൽ നല്ല നൈപുണ്യമുണ്ട്, അവൻ ക്ലാസ് എടുക്കട്ടെ എന്ന് നമ്മൾ ഇവിടുത്തെ പൊതുസമൂഹത്തിലെ അധ്യാപകർ സമ്മതിക്കുമോ? പക്ഷേ കായികാധ്യാപകന്റെ പ്രശ്നം വരുമ്പോൾ അത് കുഴപ്പമില്ല അവർക്ക്. കായികാധ്യാപനം ഏതെങ്കിലും സ്പോർട്സ് അറിയുന്ന ആൾക്കാർ പഠിപ്പിച്ചോട്ടെ എന്നാണ്. നമുക്ക് അതിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതിലൊരു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. കായിക മേഖലയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെയാണ് നമ്മളുടെ പുതുതലമുറയും അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസം കേരളത്തിലെ കുട്ടികളും. നമ്മൾ ഒളിമ്പിക്സിനൊക്കെ പറയുന്നുണ്ട്. ഈ ആൻസി സോജൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിലത്തെ ഒരു കുട്ടിയാണ്. നമ്മളിപ്പോൾ ഈ സിൽവർ മെഡൽ കിട്ടിയത്. ആ സ്കൂളിലെ കുട്ടിക്ക് ആ സ്കൂളിൽ ഒരു കായിക അധ്യാപകനില്ല. പക്ഷേ പുറത്തുള്ളൊരു കണ്ടം മാഷ് എന്ന് പറയുന്ന മാഷ് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ആ കുട്ടി ഡെവലപ്പ് ചെയ്തത്. പക്ഷെ കായിക അധ്യാപകന്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് അല്ല. അവന് എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു അധ്യാപകനാണ്. അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളർന്നു വരുന്ന കുട്ടീനെ കണ്ട് എത്തി അത് കോച്ചസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ കായിക അധ്യാപകന്റെ മെയിൻ റോള്. വേറൊരു പ്രധാന കാരണം ഈ കായിക വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ അഫിലിയേഷനിലെ കോളേജുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ കുറവല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 4-5 ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ കേരളത്തിൽ. ഇപ്പോൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് കുട്ടികളായിട്ട് സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ 1-2 PSCയുടെ അപ്ലിക്കേഷൻ അയക്കുന്നതിലൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ചില സ്ഥലങ്ങളിൽ അഫിലിയേഷൻ്റെ പ്രശ്നം, പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അറിയാൻ പറ്റും. അതിൻ്റെ അത്രത്തോളം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൽ കായിക വിദ്യാഭ്യാസത്തിൽ ഒരേ സബ്ജക്റ്റിനനുസരിച്ച് മറ്റുള്ള സബ്ജക്റ്റിന് ഹൈസ്കൂൾ സാലറി, UPക്ക് UP സാലറി ഒക്കെയാണ്. പക്ഷെ കായിക അധ്യാപകന് ഹൈസ്കൂളിലും UPയിലൊക്കെ UP സാലറി മാത്രമാണ്. ഒരു UP ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് ഒരു സ്കൂളിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് പോലും അവരുടെ സ്പോർട്സിന് കൊണ്ടുപോകുന്ന അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അധ്യാപകന്റെ ഔദാര്യം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല. ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ് +1 +2. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ കായിക മത്സരങ്ങളുടെ ഏജ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 11, 12 ക്ലാസ്സിലുള്ള കുട്ടികൾ ജൂനിയർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാറ്റഗറി അതാണ്. അവർക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത്. 14 കാറ്റഗറി എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിന് താഴെയുള്ള 14 വയസ്സിന് താഴെയുള്ള അവിടെയും അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് 10ാം ക്ലാസ്സിന് മേലെ തൊട്ടുള്ള കുട്ടികളാണ്. പക്ഷേ അവിടെയാണെങ്കിൽ കായിക അധ്യാപനം നിലവിലില്ല. ആ ഒരു സാഹചര്യങ്ങൾ ഒരു കാര്യം കൂടി, അപ്പോൾ ഇത്തരത്തിലെ കായിക കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരം അഫിലിയേഷനില്ല, കോളേജുകളില്ല. അപ്പോൾ ഈ ഒരു കായിക പഠനത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ഒരു അഭാവം ഉണ്ട് നിലവിൽ. ഇല്ല, നിലവിൽ ഇതിനോട് സ്നേഹമുള്ള കുട്ടികൾ, ഇഷ്ടംമാതിരി കുട്ടികൾ ഇത് പഠിച്ചിറങ്ങുന്നുണ്ട് സാർ. പക്ഷേ നിർഭാഗ്യവശാൽ കുറേ CBSE സ്കൂളുകൾ ഉള്ളതുകൊണ്ട് അവരൊക്കെ തുച്ഛമായ ശമ്പളത്തിന് അവിടെ നിൽക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനും 2016 CBSE വിട്ട് നല്ലൊരു ഓഫറിൽ കോൺട്രാക്ട് ജോലിക്ക് SSKയുടെ കോൺട്രാക്ട് ജോലിക്ക് കയറിയതാണ്. 25,000 രൂപ ശമ്പളത്തിൽ കയറിയതാണ്. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ശമ്പളം നേരെ 14 നിന്ന് 10 കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ ഒരു 37 ദിവസത്തെ രാപ്പകൽ സമരം നടത്തിയിട്ട് പോലും ഞങ്ങളുടെ ശമ്പളം, തുച്ഛമായ ശമ്പളമാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത്. ഞങ്ങൾ അന്നത്തെ ആവശ്യം ഞങ്ങളുടെ പഴയ സാലറി ലഭിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ SSK വഴിയുള്ള കുറച്ച് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു വിദ്യാഭ്യാസം കുറച്ചെങ്കിലും കിട്ടുന്നത്. അത് പോരാ.
സ്ഥിരം അധ്യാപകരെ നമ്മളുടെ സ്കൂളുകളിൽ ലഭിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രസക്തി. ഈ ഒരു വിഷയത്തിൽ ഇത് നിയമനം നടക്കാത്തതാണോ പ്രശ്നം, അതോ പുതിയ നിയമനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണോ, അല്ലെങ്കിൽ പുതിയ തസ്തികകൾ വേണം എന്നുള്ളതാണോ ആവശ്യം, അതോ നിയമനങ്ങൾ നടക്കണം എന്നുള്ളതാണോ? ഇവിടെ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം നിയമനങ്ങൾ നടക്കാത്തതാണോ അതോ പുതിയ തസ്തികകൾ വേണമെന്നാണോ? നിങ്ങൾ ആവശ്യം എന്താണ്? നിയമനങ്ങളും നടക്കുന്നില്ല, തസ്തികകളും ഇല്ല. എന്നുവെച്ചാൽ ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ആ റിട്ടയർ ചെയ്യുന്നതോടുകൂടി അവിടുത്തെ പോസ്റ്റും ഇല്ലാതാവുകയാണ്. അവിടെ കുട്ടികളില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോസ്റ്റും ഇല്ലാതാണ്. അപ്പോൾ കാലോചിതമായിട്ട് ഈ കുട്ടികളുടെ എണ്ണത്തിൽ പരിഷ്കാരം ഉണ്ടാവണം, അതിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പരിഷ്കാരം ഉണ്ടാവണം. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെ UP ഹൈസ്കൂൾ വരുമ്പോൾ അവിടെയും അവരുടെ സാലറിയിൽ തന്നെ വ്യത്യാസങ്ങൾ വരണം. നമ്മൾ ഒരു സ്റ്റാഫ് റൂമിൽ തന്നെ വ്യത്യസ്തമായ ഒരു സാലറിയിലാണ്. ഹൈസ്കൂൾ UP കൂടിയാണെങ്കിൽ പോലും കായികത്തിൻ്റെ സാലറി UP സാലറിയാണ്. അതിലൊരു മാറ്റം നമുക്ക് വരുത്താൻ ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല. ഇവിടെ പ്രധാനമായും ഒരു പരാതിയായി ഉന്നയിക്കുന്നത് ഇവിടെ കൂടുതൽ തസ്തികകൾ വരണം, ഒപ്പം തന്നെ കൂടുതൽ അവസരങ്ങൾ ഈ കായിക വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്നവർക്ക് നൽകണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യം, സാധാരണ ഒരു LP സ്കൂൾ അധ്യാപകന് ലഭിക്കുന്ന സാലറി മാത്രമാണ് UPയിലും ഹയർ സെക്കൻഡറിയിലുമുള്ള കായിക അധ്യാപകർക്ക് ലഭിക്കുന്നുള്ളത്. ഒപ്പം തന്നെ പഞ്ചായത്തിൽ ഈ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ അധ്യാപകരെ ഇപ്പോൾ നിയമിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കായിക അധ്യാപകർക്ക് ഒരു സാധ്യതയും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കായിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ NCT അഫിലിയേഷനുള്ള കോളേജുകളുടെ അഭാവം വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ BPEd കോളേജുകളെ BPS ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കരിയറിനെയും ഇത് ബാധിക്കും. ഒരു കായിക അധ്യാപകനായി ജോലി ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു BPEd കോഴ്സ് ചെയ്തിട്ടില്ല എന്നത് അവരെ കരിയറിനെയും ബാധിക്കും. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരാതികൾ തന്നെയാണ് ഇവിടെ കായിക അധ്യാപകരുടെയും ഒപ്പം തന്നെ കായിക വിദ്യാർത്ഥികളുടെയും ഭാഗത്തുള്ളത്. ഇവർ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി 140 മണ്ഡലങ്ങളിലും പരാതികൾ നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മുതൽ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ കയ്പമംഗലത്ത് വരെ ഇവർ പരാതി ഓരോ മണ്ഡലത്തിലും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങളും അടക്കം ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഒരുപക്ഷെ ഇവർക്ക് ഈ ഒരു പരാതിയിൽ പരിഹാരമുണ്ടാവും എന്ന വലിയ ഒരു പ്രതീക്ഷ കൂടി ഇവർ നിലവിൽ വെച്ചു പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഫലവത്താവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ പര്യടനം 3-ാം ദിവസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അമലാണ്.